പ്രിയപ്പെട്ട ശ്രീ സത്യനന്ദിക്കാട് സർ, അതോടൊപ്പം തന്നെ ശ്രീ ലാൽജു സർ, പ്രിയപ്പെട്ട ഭരത് സലിംകുമാർ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട താരമാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ AK സാജൻ സർ, ഇനി ഏറ്റവും സ്നേഹത്തോടെ വിളിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, ശ്രീ ലിബർട്ടി ബഷീർ. അദ്ദേഹത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ക്ഷണിക്കേണ്ടത് നമ്മുടെ മറിമായം ടീമാണ്. നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ജെട്ടി, ഈ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് സമ്മാനിക്കുന്നത് നമ്മുടെ ശ്രീ മണികണ്ഠൻ പട്ടാമ്പി, അതോടൊപ്പം തന്നെ ശ്രീ സലിം ഹസൻ, രണ്ടുപേരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മറിമായം ടീം എന്ന് പറയുന്നത് ഇവര് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് ബക്കർ, നമ്മുടെ നിയാസ് ഉണ്ട്, പ്രിയപ്പെട്ട ശ്രീ വിനോദ് കോവൂരുണ്ട്, ശ്രീമതി സ്നേഹ ശ്രീകുമാർ, റിയാസ്, മണി ഷൊർണൂർ, ശ്രീ ഉണ്ണിരാജ്, എല്ലാവരെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അപ്പോൾ എന്തായാലും മമ്മൂക്ക എത്താന്ന് പറഞ്ഞാണ്. മമ്മൂക്കയ്ക്ക് എറണാകുളത്തായിരുന്നു ഷൂട്ടിങ് പുതിയ സിനിമയുടെ. അപ്പോൾ അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അത് കുമളിയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്കയ്ക്ക് ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചു. പക്ഷേ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം എത്തി നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹം തരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ മറിമായം ടീമിനെ വിളിച്ചപ്പോൾ ഒരാളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സുമേഷ് ഏട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകളെല്ലാം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും ഈ ഒരു നിമിഷത്തിൽ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമുക്കേറെ ബഹുമാനായ ലാൽജു സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിറഞ്ഞൊരു പ്രാർത്ഥനയും എല്ലാം തന്നെ നമ്മളോടൊപ്പം വേണം. എനിക്ക് തോന്നുന്നു മറിമായം ടീമിൻ്റെ വലിയൊരു സ്വപ്നമാണ് അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മണികണ്ഠൻ പട്ടാമ്പിയും ശ്രീ സലിം ഹസനും അവർ ചേർന്നൊരുക്കുന്ന സിനിമയാണ്. അപ്പം അതിൽ നമ്മുടെ മറിമായം ടീം എല്ലാവരും ഉണ്ട്. ഒരു നിറഞ്ഞൊരു കയ്യടി എല്ലാവരും ഒന്ന് സമ്മാനിക്കണം. കാരണം തിരക്കായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അദ്ദേഹം കൂടി ആ തിരി തെളിയിക്കുകയാണ്. മറിമായം ടീം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. മറിമായത്തിൽ അഭിനയിക്കുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം, ഞാൻ ഈ പരിപാടിയുടെ വലിയൊരു ആരാധകനാണ്. പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണികണ്ഠൻ അടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമകളിൽ സഹകരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിനോദ് ഗോയലിനൊക്കെ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടില്ല, ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറുള്ളതാണ്. പ്രത്യേകിച്ചും സ്നേഹയൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ശ്രീകുമാറിനൊക്കെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് സുപരിചിതമാണ്. ഇന്നലത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു, അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ പണ്ട് ഈ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കിടെ യാത്ര പോയി, രാത്രിയാണ്. ഞാൻ ഒരു ടാക്സി വിളിക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാണ് ഞാൻ ആ വിളിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങൾ വിടാം. ഞങ്ങൾ രണ്ടാളും കാറിൽ കയറി. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ MTയുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്നത്. MT എഴുതിയതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാര്യം ആ ക്യാരക്ടർ ചന്തുവാണ്. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ കോഴിക്കോട് പോയിട്ട് MT കൊണ്ട് എൻ്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു, എന്നിട്ട് അത് കാസറ്റിലിട്ടു. അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നതാണ്. എന്നിട്ട് വടക്കൻ വീരഗാഥ തുടങ്ങുന്നതിനേക്കാൾ എത്രയോ മുമ്പ് MTയുടെ ശബ്ദത്തിൻ്റെ കൂടെ ഈ കാസറ്റ് പ്ലേ ചെയ്തിട്ട് MTയുടെ ശബ്ദത്തിൻ്റെ കൂടെ
മമ്മൂട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇരുമ്പാണി തട്ടി മുളയാണി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള MT എവിടെ നിർത്തുന്നു, എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മറിമായത്തിൽ എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം. ഇതൊരു വലിയ വിജയമാവട്ടെ. ഈ സിനിമ നമ്മുടെ മലയാളത്തിനൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നന്ദി. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ. എനിക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല, ഒരു പരിപാടി ദുബായിലത്ത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇന്നിവിടെ വരാൻ പറ്റിയത്. മണിമായം ടീമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുണ്ട്, പ്രത്യേകിച്ച് മണികണ്ഠനായിട്ട്. മണികണ്ഠൻ 22 വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശമാധവനിലൂടെയാണ്. അതിനു മുമ്പ് മണികണ്ഠൻ എനിക്ക് പരിചയമുണ്ട്. മണികണ്ഠൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിൻ്റെ തിരക്കഥാരചനയിലൊക്കെ ഭാഗമായിട്ട് ഒരു സിനിമ. അപ്പം അങ്ങനെ എൻ്റെ എഡിറ്റർ രഞ്ജൻ അബ്രഹാമാണ് ഇയാളൊന്ന് പരിചയപ്പെടണം, നല്ല മിടുക്കനാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വിടുന്നത്. മൺകോലങ്ങൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ നായകനായിരുന്നു മണികണ്ഠൻ. അപ്പം മീശമാധവനിലേക്ക് വന്നു. അപ്പം അന്ന് ഞാൻ മണികണ്ഠനോട് പറഞ്ഞു, കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ. കാരണം സത്യേട്ടൻ്റെ പടങ്ങൾ കാണുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്ന ശങ്കരാടിച്ചേട്ടൻ, ഒടുവിലേട്ടൻ, അതുപോലെയുള്ള ഇന്നസെൻ്റ് ഏട്ടൻ, മാമുക്ക, അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണികണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് അറം പറ്റിയ പോലെ. പക്ഷെ അതിനു മുൻപ് മറിമായം എന്ന് പറയുന്ന പരിപാടി വരെയും ഏതൊരു സിനിമാ താരത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലറായിട്ടുള്ള ആക്ടറായിട്ട് മണികണ്ഠനും സംഘവും മാറി. സ്നേഹൻ്റെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ഒരു കാലത്ത് എൻ്റെ സിനിമയിലെ എൻ്റെ സ്ഥിരം നടന്മാരിൽ ഒരാളായിരുന്നു. അവരിപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു. മണികണ്ഠൻ എഴുതും എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാനും മണികണ്ഠനും കൂടിയിട്ടൊരു സിനിമ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു. നല്ല വായനയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ TV കൊച്ചുബാവയുടെ പടിവാതിൽ എന്ന് പറയുന്നൊരു കഥ മണികണ്ഠൻ സ്ക്രിപ്റ്റാക്കിയിട്ട് എൻ്റെ അടുത്ത് വരെ ഞങ്ങൾ കുറച്ചു കാലം അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ അത് നന്നായി എഴുതിയിരുന്നു മണികണ്ഠൻ. അപ്പോൾ ഇത് വെറുതെ ഒരു മോഹത്തിന് പുറകെയുള്ള ചാടിപ്പുറപ്പെടലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമ നല്ല സിനിമയായിരിക്കും. ഇവര് ചെയ്യുമ്പോൾ അതിനൊരു സാമൂഹിക പ്രതിബദ്ധതയും ആക്ഷേപഹാസ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. മണിമായം എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നെഞ്ചോടേറ്റിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത്രയും തന്നെ പ്രതീക്ഷ ഈ സിനിമയുടെ വേദി ഉണ്ടാവും. അതൊരു ചെറിയ ബാധ്യതയാണ്. അത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെന്ന് ഞാനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞാനൊരു കന്നഡ വായിക്കാൻ കയറിയതാണ്. ഒരു കടയിൽ ഒരു സ്റ്റെപ്പ് കണ്ടില്ല. ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെയായി പോയി. ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല. നടക്കാൻ വല്ലാത്ത പേടി. 2-3 പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു. അപ്പൊ മനസ്സ് പറഞ്ഞു, വയസ്സ് 54ആയി, ഇനി പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റില്ല. എന്നാലും ഇത് വന്നത് ഇന്ന് ഈ പൂജക്ക് വന്നത് ഇവരോടൊരു ആരാധന കൊണ്ടാണ്. മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും മറ്റു ഈ ഇതിലെ മറിമായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ ഇനി കാണാനായിട്ട് എപ്പിസോഡില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും. കാരണം ദൈവം അറിഞ്ഞു കൊടുത്ത കലാകാരെന്ന് വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി. ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ്. ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോയയായിട്ടും
അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നിൻ്റെ കണ്ണ് വരെ നനയിച്ച് കളിച്ചിട്ടുണ്ട്. സാധാരണ സിനിമകൾ, കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും കണ്ണ് നിറയുന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറിമായം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരു ബംഗാളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. കാരണം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ച ചില എപ്പിസോഡുകളല്ല, ഒരുപാട് എപ്പിസോഡുകൾ. അപ്പോൾ എന്നോട് സലീം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി എന്തെങ്കിലും പറയാമെന്ന് വന്നോളൂ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ഞാനില്ല ഇപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ പറഞ്ഞില്ല, വേറെ അധികം നടക്കാനൊന്നുമില്ല. അങ്ങനെ ഇവർ 500ാമത്തെ എപ്പിസോഡിന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവർ ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു പോയേനെ. പക്ഷെ ഇവർ എന്നോട് എത്ര രൂപയാണ് പൈസ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാശ് പറഞ്ഞു. പിന്നെ ആ വൈകുവരെ കണ്ടില്ല. എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. എൻ്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞോളൂ. ഇവര് പറയണത് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ. അത്രക്ക് ആഗ്രഹമായിരുന്നു. അങ്ങനെ തിരിച്ച് ചോദിക്കാനും പറ്റൂല. ഇനി ചെന്ന് ഇല്ല, കുഴപ്പമില്ല കേട്ടോ, ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു സാധനം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പറയും. അതല്ല, ഇങ്ങനെ ലാൽജോസിനാണ്, അതെ അന്ന് കൊണ്ടുപോയിക്കോളാം നമ്മൾ പറയൂലേ, അത്രേ ഉള്ളൂ. ആ സൗഹൃദം ഇവര് മുതലെടുത്തില്ല. ഞാൻ എൻ്റെ കച്ചവടക്കാരൻ്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത്. അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ 3-4 ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ മാത്രം പറഞ്ഞു ഞാൻ വന്ന് ചെയ്താം എന്ന് പറഞ്ഞപ്പോ അന്ന് 500ാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ പോകരുത്. സംസ്ഥാനം കുഴപ്പമില്ല, സംസ്ഥാനം അറിയാം. ഇവിടുന്ന് വിൽക്കുന്ന സാധനങ്ങളുടെ റേറ്റ് അവർക്കറിയാം. കാരണം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം ഉണ്ണിച്ചേട്ടൻ മാത്രമുള്ള കാര്യം. പിന്നെ രണ്ടാമത് അതൊരു തോടി പടമാണത്, ഹിറ്റ് പടമാണത് പുലിവാൽ കല്യാണം. രണ്ടാമത് പിഷാരടിയുടെ പഞ്ചവർണ്ണ തത്ത, അതും സംസ്ഥാനത്തിന്റെ ചിത്രമാണ്. അപ്പൊ എനിക്കറിയാം കച്ചവടത്തില്ല നേക്കൊക്കെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ്, നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചറങ്ങാത്ത വീട് നടക്കുമ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, മണികണ്ഠൻ എന്ന ആർട്ടിസ്റ്റ്, അയാൾ സാധ്യ ആർട്ടിസ്റ്റ് കേട്ടോ. അയാൾ അപ്പോ ബാബുജിനാഥൻ എപ്പോഴും പറയുമായിരുന്നു, അയാൾ മനോജ് ബാജ്പേയിയാണ്, അത്രക്കും മിടുക്കനാണെന്ന്. ഞങ്ങളിങ്ങനെ ഇയാളുടെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വരെയും ഞാൻ മണികണ്ഠൻ പറഞ്ഞ വീട്ടില് ഞങ്ങളൊക്കെ പറയുന്നു അടുത്ത സ്റ്റാറാണ് അയാൾ. അപ്പൊ ഞാൻ മണികണ്ഠൻ എന്ത് ഇത്രയും കാലം നീ വന്നില്ല? അപ്പൊ ഞാൻ മണികണ്ഠൻ പറഞ്ഞു, മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. യൂട്യൂബിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും പെട്ടെന്ന് കണ്ട് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് കാണാമെന്ന് വിചാരിച്ചിരുന്നിട്ട് മുഴുവനും കാണുന്ന പരിപാടികളിലൊന്നാണ് മറിമായം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പേരും ഇതിലെ പല എപ്പിസോഡുകളും കണ്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കുന്നവർക്ക്, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും സുപരിചിതരാണ്. പിന്നെ ചില സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു വൈബ്, ആ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഈ പടം കാണണം എന്ന് തീരുമാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. മറിമായം എന്ന പ്രോഗ്രാം ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞത് മറിമായത്തിനെ കുറിച്ച് വളരെ വളരെ നല്ല രീതിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ, മലയാള ടെലിവിഷൻ രംഗത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും വിജയിച്ച ഒരു പ്രോഗ്രാമിലൊന്നാണ് മറിമായം. അതിപ്പോൾ സിനിമയായിട്ട് വരികയാണ്.
ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ സിനിമ ചെയ്തെന്ന് പറഞ്ഞിട്ട് മറിമായ പ്രോഗ്രാം നടത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. കാരണം സമകാലീന പ്രശ്നങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രോഗ്രാമും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിലെ ഓരോ കലാകാരന്മാരും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ഭാഗം അഭിനയിച്ച് ഇതുവരെ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്. അത് ഈ സിനിമയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സപ്തതരംഗ ക്രിയേഷൻസ്, ഇവര് ആദ്യം അതായിരുന്നില്ല പേര്, ഗോവിന്ദ് ഫിലിംസ് അങ്ങനെയായിരുന്നു അല്ലേ. 2003 ഒരു സിനിമ എടുത്തു. അതാണ് അവരുടെ ആദ്യത്തെ സിനിമ, പുലിവാൽ കല്യാണം. അത് സംവിധാനം ചെയ്തത് ഞാനാണ്. അതിലെ മണവാളൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് സലീമിനെ കണ്ടിട്ട് കുറച്ച് നാളായി, കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യൻ സാറ്, പ്രിയപ്പെട്ട എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഇവരുടെ ഒരു ചിത്രമൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. എന്തായാലും സപ്തതരംഗയിലെ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പഞ്ചായത്ത് ജട്ടി ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.